ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എഡ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷ് യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ദ ബോയ് ഹൂ ഹാർനസ് ദി വിൻഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഗ്രാമർ എക്സസൈസസ് അതെല്ലാമാണ്. ഫസ്റ്റ് എക്സസൈസ് വന്നിട്ട്, ആർ യു ഇൻസ്പയർഡ് ബൈ വില്യം സ്റ്റോറി? റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം whispered to himself. Now it's your turn to make a difference in your community. What are the ideas? What ideas can you contribute to make your community a better place using the following hints? ഇപ്പോൾ നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. എന്തെല്ലാമാണ് ആ ഹിൻസ്? വില്ലേജ് ലൈബ്രറി, ഓൾറെഡി അത് നമുക്ക് അതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. വില്ലേജ് ലൈബ്രറിയുടെ എങ്ങനെയാണ് വില്ലേജ് ലൈബ്രറി സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വാട്ട് ക്യാൻ വി ഡൂ ആൻഡ് ഹൗ വിൽ ഹെൽപ്പ് ഇറ്റ്, അങ്ങനെ രണ്ട് ഇതായിട്ട് നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള പോയിൻറ്റ്സ് നമ്മളാണ് എഴുതേണ്ടത്. വില്ലേജ് ന്യൂസ് ലെറ്റർ, ഒരു വില്ലേജ് ന്യൂസ് ലെറ്റർ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, വില്ലേജിന് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വില്ലേജ് ന്യൂസ് ലെറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്കൊരു നെയിം ചൂസ് ചെയ്യണം. ചൂസ് എ നെയിം ഫോർ ദ ന്യൂസ് ലെറ്റർ, കളക്ട് ഇൻഫർമേഷൻ, ആഡ് ഫോട്ടോസ് ആൻഡ് ഡ്രോയിങ്സ്, ആഡ് മെസ്സേജസ് ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിങ്സ്. അപ്പോൾ ഈ വില്ലേജിനെ പറ്റിയുള്ള ഓരോ ഇൻഫർമേഷൻ, ഇപ്പോൾ ഒരു ഫാർമർ കുറേ നല്ല ഈൽഡ് കിട്ടിയെങ്കിൽ, നല്ല വിളവ് കിട്ടിയെങ്കിൽ അതിനെപ്പറ്റി എഴുതുക. ചില ആൾക്കാർക്ക് വെള്ളം പൊങ്ങി, പാടത്ത് ചിലപ്പോൾ വെള്ളം പൊങ്ങിയിട്ടുണ്ടാകും, അപ്പോൾ അതിനെപ്പറ്റി എഴുതുക. അങ്ങനെ ഓരോ കാര്യത്തെപ്പറ്റി എഴുതുക, അതിൻ്റെ ഫോട്ടോസ് എടുക്കുക, അത് അറ്റാച്ച് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ മഴ പെയ്യുമ്പോഴത്തേക്കും ആ മഴ പെയ്തതിൻ്റെ നല്ല നല്ല ഫോട്ടോസൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിങ്സും ക്രിയേറ്റീവായിട്ടുള്ള ഡ്രോയിങ്സും ഒക്കെ നമുക്ക് മെസ്സേജസ് ഒക്കെ അതിനകത്ത് ഇടാം. ഹൗ വിൽ ഇറ്റ് ഹെൽപ്പ്? കീപ് പീപ്പിൾ ഇൻഫോംഡ്. People informed. Villagers know what is happening around them. Encourage cleanliness. Reminds everyone to keep the village clean. Celebrates local heroes. Highlights the work of farmers, teachers and health workers. ഇതിൻ്റെ കൂട്ടത്തിൽ കർഷകരുടെ മാത്രമല്ല, ആ ഒരു വില്ലേജ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ കാര്യങ്ങളാണെങ്കിലും, എന്തെങ്കിലും കുട്ടികൾ പഠിച്ചിട്ട് മാർക്ക് കൂടുതൽ വാങ്ങിയതിൻ്റെ അതിൻ്റെ പ്രോത്സാഹനമായിട്ടാണെങ്കിലും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വില്ലേജ് ന്യൂസ് ലെറ്ററിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇൻസ്പയർഡ് ചിൽഡ്രൻ ഹെൽപ്സ് കിഡ്സ് ലൈക്ക് യു ടു ബിക്കം റൈറ്റേഴ്സ് ആൻഡ് റിപ്പോർട്ടേഴ്സ്. ബിൽഡ് കമ്മ്യൂണിറ്റി യൂണിറ്റി, എവ്രി വൺ ഫീൽസ് കണക്റ്റഡ് ആൻഡ് പ്രൗഡ് ഓഫ് ദർ വില്ലേജ്. അപ്പോൾ എല്ലാവരും വില്ലേജുമായിട്ട് കണക്റ്റഡായിട്ട് ഫീൽ ചെയ്യും. ഇനി അടുത്തത് വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വാട്ട് ക്യാൻ ഐ ഡു? അതിനകത്ത് സെഗ്രിഗേറ്റ് വേസ്റ്റ് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വെറ്റും ഡ്രൈയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാം. ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്നും സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. യൂസ് ഡസ്റ്റ്ബിൻസ് അറ്റ് ഹോം. വീട്ടിൽ നമുക്ക് ഡസ്റ്റ്ബിൻ യൂസ് ചെയ്യാം, സ്കൂളുകളിൽ ഡസ്റ്റ്ബിൻ യൂസ് ചെയ്യാം. 2 ടൈപ്പ് ഡസ്റ്റ്ബിൻ നമുക്ക് വെക്കാം. സേ നോ ടു പ്ലാസ്റ്റിക്കിൻ്റെ അടുത്ത് നോ പറയാം. പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കാം. കമ്പോസ്റ്റിംഗ്, ടേൺ കിച്ചൺ വേസ്റ്റ് ഇൻറ്റു നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ്. കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അടുക്കള മാലിന്യങ്ങളെ എല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് മാറ്റി അത് വളമായിട്ട് ഉപയോഗിക്കാം. അവെയർനെസ് പ്രോഗ്രാം, കണ്ടക്ട് വില്ലേജ് മീറ്റിംഗ്സ് ടു ടോക്ക് അബൌട്ട് ക്ലീൻലിനെസ്. ഇപ്പം ശുചിത്വത്തെ പറ്റി നമുക്ക് ടോക്കുകൾ, ഒരു ടോക്ക് ഷോ ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാം വില്ലേജിൽ എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇനി ഹൗ വിൽ ഇറ്റ് ഹെൽപ്പ്? Healthy surroundings, no bad smell or diseases, beautiful green village, happy animals and happy humans. അപ്പോൾ ഇതെല്ലാമായിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അതിപ്പോൾ ഇതൊക്കെ നല്ലൊരു സറൗണ്ടിങ് ഉണ്ടാകാൻ വേണ്ടിയും നല്ലൊരു ഹെൽത്തി വില്ലേജ് ഉണ്ടാകാൻ വേണ്ടിയും നമുക്ക് സഹായിക്കും. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പേജിൽ സം ഓഫ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. വാട്ട് ക്വാളിറ്റീസ് ഇൻ ദം അട്രാക്റ്റഡ് യു? ക്യാരക്ടർ വില്യമാണ്. ഇപ്പോൾ വില്യത്തിൻ്റെ ക്വാളിറ്റീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്യൂരിയസ്, ഇന്നോവേറ്റീവ്, സെൽഫ് ലേണർ, ഹാർഡ് വർക്കിംഗ്, ഡിറ്റർമൈൻഡ്, റെസ്പോൺസിബിൾ, പ്രോബ്ലം സോൾവർ. ഇതെല്ലാം വില്യമിൻ്റെ ക്വാളിറ്റീസാണ്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം. വില്യംസ് ഫാദർ, ഇനി വില്യത്തിൻ്റെ അച്ഛനെ പറ്റിയുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സപ്പോർട്ടീവാണ്. ഹീ റെസ്പെക്റ്റ് ഹിസ് സൺസ് ക്യൂരിയോസിറ്റി.
അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ക്യൂരിയോസിറ്റി, ആകാംക്ഷ, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറിയാനുള്ള ആ ഒരു ത്വരയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഹാർഡ് വർക്കിംഗ് ആണ്, റെസ്പോൺസിബിൾ, വൈസ് മാൻ ഓഫ് സ്ട്രോങ് വാല്യൂസ് ആൻഡ് വിസ്ഡം. മൂല്യങ്ങൾക്കും വില കൊടുക്കുന്ന ആളാണ്. നല്ല സ്ട്രോങ് മൂല്യങ്ങൾ ഉള്ള ആളാണ്. വിസ്ഡം, ഇമോഷണൽ യെറ്റ് സ്ട്രോങ്. ഇമോഷണലാണ് പക്ഷേ എന്നാലും സ്ട്രോങ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഗിൽബർട്ട് ആൻഡ് ജിഫ്രി ആണ്. ഗിൽബർട്ടിനെയും ജിഫ്രീനെയും പറ്റിയുള്ള ക്വാളിറ്റീസാണ് ചോദിച്ചിരിക്കുന്നത്. ലോയൽ, മോട്ടിവേറ്റിംഗ്, കൈൻഡ് ഹാർട്ടഡ്, എംപത്തറ്റിക്, കെയറിങ്, ക്വയറ്റ് ബട്ട് സ്ട്രോങ് ആൻഡ് സപ്പോർട്ടീവ്, എനർജറ്റിക്, ഇമോഷണലി ഇൻ്റലിജൻറ്റ്, ഇൻ ഷോർട്ട് എ ഫ്രണ്ട് വിത്ത് ഹാർട്ട് ഓഫ് ഗോൾഡ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒരു സുഹൃത്ത്, ഗോൾഡൻ ഹാർട്ടുള്ളൊരു സുഹൃത്ത് എന്ന രീതിയിലാണ് നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി റൈറ്റ് സെൻറ്റൻസ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സിനെ പറ്റി ഇനി നമ്മൾ സെൻറ്റൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. വില്യം ഈസ് എ ക്യൂരിയസ് ബോയ് ഹു വാണ്ട്സ് ടു നോ ഹൗ തിങ്സ് വർക്ക്. ഹീ ഈസ് എ സെൽഫ് ലേണർ. He is an example of intelligence and determination. He never allows his circumstances to limit his dreams. He changed his challenges into opportunities. അപ്പോൾ ഇത്രയും എഴുതണമെന്നില്ല, ഒരൊറ്റ സെൻറ്റൻസിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ കൂടുതൽ വിവരിച്ച് എഴുതിയെന്നേ ഉള്ളൂ, ഒരു സെൻറ്റൻസ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. വില്യംസ് ഫാദർ വാസ് എ കൈൻഡ്, സ്ട്രോങ് ആൻഡ് ഹാർഡ് വർക്കിംഗ് മാൻ. ഹി റെസ്പെക്റ്റഡ് ഹിസ് സൺസ് ക്യൂരിയോസിറ്റി ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഹി ലവ്ഡ് ഹിസ് ഫാമിലി ആൻഡ് ടുക്ക് ഗുഡ് കെയർ ഓഫ് ദം. വില്യത്തിൻ്റെ ഫാദറിനെ പറ്റിയാണ് നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ഗിൽബർട്ട് ആൻഡ് ജിഫ്രി. ഗിൽബർട്ടിനെയും ജിഫ്രീനെയും പറ്റിയുള്ളൊരു സെൻറ്റൻസാണ്. ദേ സപ്പോർട്ടീവ്, ദേ ആർ ട്രൂ ഫ്രണ്ട്സ് ഹൂ സ്റ്റുഡ് വിത്ത് വില്യം ത്രൂ ഹിസ് സ്ട്രഗിൾസ്. ദേ ഷോ ആസ് ദ വാല്യൂ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അവർ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഒക്കെ മനസ്സിലാക്കി തന്നു. അവർ വില്യത്തിൻ്റെ കൂടെ എല്ലാ സമയത്തും അവൻ്റെ കഷ്ടതയിലൊക്കെ അവൻ്റെ കൂടെ നിന്നു. ദേ വർ കൈൻഡ് ആൻഡ് സപ്പോർട്ടീവ്. അവർ ദയാലുവും സപ്പോർട്ടീവുമായിരുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം. സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൻ. റീഡ് ദം കെയർഫുള്ളി ആൻഡ് അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ. റൈറ്റ് ദം ഇൻ ദ ഗിവൺ സ്പേസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ആ സ്പേസിൽ നമ്മൾ ഓർഡറിൽ എഴുതണം. 1 2 3 4 എന്നുള്ള ഓർഡറിൽ എഴുതണം. അപ്പോൾ നമുക്ക് ആ ഓർഡർ ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ സെൻറ്റൻസ് നാലാമത്തെയാണ്. അപ്പോൾ അങ്ങനെ ആ ഓർഡർ ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, William had to stop going to school because his family had no money. Second, without food, Malawi began to starve. Third sentence, he found a library and learned about science. Fourth sentence, he saw the picture of a windmill and decided to build one. Fifth sentence, William collected old parts of machines and tools from a junkyard. Sixth sentence, he built a windmill and used it to light a bulb. ഇത്രയും കാര്യങ്ങളാണ് ആ സെൻറ്റൻസിലുള്ളത്. അത് നമ്മൾ ഓർഡറിൽ തന്നിട്ടുണ്ട്. ആ ഓർഡർ അനുസരിച്ചിട്ട് താഴെ എഴുതുക. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. ജെഫ്രി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ട് സൂൺ അപ്പിയർഡ്. ക്യാൻ വി ഹെൽപ്പ് വിത്ത് ഇലക്ട്രിക് വിൻഡ്? ദേ ആസ്ക്ഡ് ഹിം. Get your axes and follow me, William said. Why do you think William decided to involve his friends in making the windmill? Can you think of a situation from your life where you can do things alone and in groups? Write them down. അപ്പം ജെഫ്രിയും ഗിൽബർട്ടും വന്നിട്ട് ചോദിച്ചാൽ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമോ, ഞങ്ങൾ ഈ വിൻഡ് മിൽ ഉണ്ടാക്കാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വില്യം പറഞ്ഞു, ശരി, നിങ്ങളുടെ കോടാലികൾ എടുത്തിട്ട് വരാൻ പറയും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ, ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് തനിയെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. അപ്പം തിങ്സ് ഐ ക്യാൻ ഡു ആണ് ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത്. തിങ്സ് ഐ ക്യാൻ ഡു: read a book, meditation, observing nature, listening to podcast, draw or sketch. ഇതെല്ലാം നമുക്ക് തനിയെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. തിങ്സ് ഐ ലവ് ടു ഡു ഇൻ ഗ്രൂപ്പ്സ്: ഗോ ഫോർ പിക്നിക്, പ്ലേയിങ് ഗെയിംസ്, സെലിബ്രേറ്റിംഗ് ഫെസ്റ്റിവൽസ് ആൻഡ് ബർത്ത്ഡേയ്സ്, വാച്ചിങ് മൂവീസ്, ഡാൻസിങ്. സോ ഇതല്ലാതെ ഇനി ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് കിട്ടിയത്. സോ ബാക്കി ഇനി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി ആഡ് ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. It looked like a giant pinwheel. He kept toy trucks with wheels made of bottle caps under his bed. William took them to the forest. അപ്പോൾ ഇതിനകത്ത് ഈ 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഈ 4 സെൻറ്റൻസിലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് എന്താണ്? ക്ലോസ്ഡ്, ലുക്ഡ്, kept, took,
അപ്പോൾ ഈ 4 വേർഡ്സാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വേർബ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ വേർഡ്സാണിത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ആക്ഷൻ വേർഡ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആ ആക്ഷൻ വേർഡ്സിൻ്റെ കൂടെ ED എന്ന് പറഞ്ഞ് ചേർത്തിട്ടാണ് തന്നിട്ടുള്ളത്. ക്ലോസ്, CLOSE ക്ലോസ്ഡ്, ഒരു D ആഡ് ചെയ്തിട്ടുണ്ട്. ലുക്കിൻ്റെ കൂടെ ഒരു ED ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 വേർഡ്സിൻ്റെ കൂടെ EDയും ബാക്കി 2 വേർഡ്സ് കെപ്റ്റെന്നും ടുക്കെന്നുമാണ് ഉള്ളത്. ശരിക്കും കീപ്പ് എന്നുള്ള വേർഡിൻ്റെ പാസ്റ്റ് ഫോം കെപ്റ്റും ടേക്ക് എന്ന വേർഡിൻ്റെ പാസ്റ്റ് ഫോം ടുക്കുമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഈ വേർഡ്സിനെ ആദ്യത്തെ 2 വേർഡ്സിനെ റെഗുലർ വേർബ്സ് എന്ന് ആണ് പറയുന്നത്. ക്ലോസും ലുക്കും ഈ 2 വേർഡ്സ് റെഗുലർ വേർബ്സ് ആണ്. ഇതിനകത്ത് ചേഞ്ചസ് ഒന്നുമില്ല. ED അല്ലെങ്കിൽ D ആഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പാസ്റ്റ് ഫോം എഴുതാൻ വേണ്ടി. ഇനി കെപ്റ്റും ടുക്കും നോക്കിക്കഴിഞ്ഞാൽ ഇറഗുലർ വേർബ്സ് ആണ്. അതിൻ്റെ കൂടെ ED ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു പുതിയ വേർഡാണ് അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ട് വരിക. ഈ 2 വേർഡ്സിൻ്റെയും പാസ്റ്റ് ഫോംസ്. അപ്പോൾ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റീഡ് ദ ഫോളോയിങ് ലെറ്റർ ആൻഡ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് വിച്ച് റെഫർ ടു ദ ആക്ഷൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. റൈറ്റ് ദം ഇൻ ദ സ്പേസ് ബിലോ. ഇപ്പോൾ ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. ഒരു കുട്ടി ഗ്രാൻഡ്മാക്ക് എഴുതുന്ന ഒരു ലെറ്ററാണ്. ഈ ലെറ്ററിനകത്ത് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? പാസ്റ്റ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ആ സെൻറ്റൻസുകൾ മാത്രം എഴുതുക. അപ്പോൾ ലെറ്റർ ഇങ്ങനെയാണ്. ഡിയർ ഗ്രാൻഡ്മ, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പാർക്ക് വിത്ത് മോം. വി പ്ലേഡ് ഓൺ ദ റൈഡ്. ഷീ ബോട്ട് മീ എ സ്മോൾ പേഴ്സ്. ലാസ്റ്റ് വീക്ക് വി ബേക്ഡ് കുക്കീസ് ടുഗെദർ. Now I am learning to ride a bicycle. Daddy teaches me every day. I miss you grandma. Love, Anna. അപ്പോൾ ഇതാണ് ലെറ്റർ. ഈ ലെറ്ററിനകത്ത് നമുക്ക് പാസ്റ്റ് ഫോം ഓഫ് ദ വേർഡ് മാത്രം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സെൻറ്റൻസ് മാത്രം എടുത്ത് എഴുതുക. പാസ്റ്റ് ഫോമിൻ്റെ സെൻറ്റൻസുകളാണ് ഐ വെൻറ്റ് ടു ദ പാർക്ക് വിത്ത് മോം. വെൻറ്റ് എന്നുള്ളത് പാസ്റ്റാണ്. ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. വി പ്ലേഡ് ഓൺ ദ റൈഡ്. പ്ലേഡ് ആണ് അടുത്ത വേർഡ്. പ്ലേയുടെ പാസ്റ്റ് ടെൻസ് പ്ലേഡ്. ഷീ ബോട്ട് മീ എ സ്മോൾ പേഴ്സ്. ഇപ്പോൾ ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. ലാസ്റ്റ് വീക്ക് വി ബേക്ഡ് കുക്കീസ്. ബേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ബേക്ഡ് കുക്കീസ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ ലുക്ക് അറ്റ് the words in the bowl. Write their past forms and place them in the correct ice cream cone. One cone is for regular verb and the other is for irregular verbs. അപ്പോൾ ഇതിനകത്ത് ബൗളിൽ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ വേർഡ്സിനകത്ത് റെഗുലർ വേർഡ്സ് ഏതെല്ലാമാണ്, ഇറഗുലർ വേർബ്സ് ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ആ 2 ഐസ്ക്രീം കോൺസിൽ എഴുതുക. ഞാൻ ഇതിനകത്ത് 2 എഴുതിയിട്ടുണ്ട്. നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് ഫോംസ് മാത്രം എഴുതാനാണ്. പക്ഷേ ഞാൻ പാസ്റ്റും പ്രസൻറ്റും 2 എഴുതിയിട്ടുണ്ട്. എഗ്രി, എഗ്രീഡ്. ടേൺ, ടേൺഡ്. എക്സ്പ്ലോർ, എക്സ്പ്ലോർഡ്. കുക്ക്, കുക്ക്ഡ്. അറൈവ്, അറൈവ്ഡ്. ഇനി ഇറഗുലർ വേർബ്സ് വരുമ്പോൾ സ്പീക്ക്, സ്പോക്ക്. ടീച്ച്, ടോട്ട്. വെയർ, വോർ. ഫ്ലൈ, ഫ്ലൂ. ചൂസ്, ചോസ്. അങ്ങനെ 2 ഫോംസും ഞാൻ എഴുതിയിട്ടുണ്ട്, റെഗുലർ വേർബ്സും ഇറഗുലർ വേർബ്സും. ഇനി നെക്സ്റ്റ് വന്നിട്ട് ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ബിലോ. ഡെവലപ്പ് എ സ്റ്റോറി യൂസിങ് ദ പാസ്റ്റ് ഫോംസ് ഓഫ് വേർഡ്സ് ഗിവൺ. അപ്പോൾ താഴെ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാസ്റ്റ് ഫോം വെച്ചിട്ട് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാക്സിമം ഈ വേർഡ്സ് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും നല്ല സ്റ്റോറി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ട്രൈ ചെയ്തിട്ടുണ്ട്. One day a crow found a piece of cake and flew with it onto a tree. ഒരു ദിവസം ഒരു കാക്ക ഒരു കേക്കിൻ്റെ കഷ്ണം കിട്ടി, അതുകൊണ്ട് ഒരു മരത്തിൻ്റെ അടുത്തേക്ക് പറന്നു. ഷീ ഫൗണ്ട് എ ബ്രാഞ്ച് ഓഫ് എ ട്രീ ആൻഡ് സാറ്റ് ഓൺ ഇറ്റ്. അവൾ ഒരു മരത്തിൻ്റെ ചില്ല കണ്ടു, അവിടെ ഇരുന്നു. എ ക്ലെവർ ഫോക്സ് ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ദ ക്രോ. ഒരു കൗശലക്കാരനായ കുറുക്കൻ ഇത് കണ്ടിട്ട് കാക്കയെ കണ്ടു. ഹി വാണ്ടഡ് ദ ചീസ്. അപ്പം ഞാൻ ചീസെന്ന് എഴുതിയിരിക്കുന്നത് കേക്കിന് പകരം ഞാൻ ആ പീസ് കണ്ടപ്പോൾ കേക്കാണ് അല്ല ചീസാണെന്ന് വിചാരിച്ചു. അപ്പോൾ ചീസെന്ന് എഴുതിയിരിക്കുന്നത്. പ്ലീസ് കറക്റ്റ് ഇറ്റ് ആസ് കേക്ക്. ഫോക്സ് വെൻറ്റ് നിയർ ദി ക്രോ ആൻഡ് റിക്വസ്റ്റഡ് പ്ലീസ് സിങ് ഫോർ മീ ബ്യൂട്ടിഫുൾ ക്രോ. അപ്പോൾ പ്ലീസ് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുമെന്നൊക്കെ കുറുക്കൻ പറഞ്ഞു. ദ ക്രോ സാങ് ആൻഡ് ദ ചീസ് ഫെൽ ഡൗൺ. The fox quickly ran and caught it. The crow asked, "Why did you trick me?" The fox ran away. The crow drew a lesson.
never trust flattery, the crow flew away. അപ്പോൾ ഈ മാക്സിമം വേർഡ്സ് യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിനകത്ത്. 6th question, read the following sentence, notice the words in italics. Chicken squawked, dogs howled, and neighbors shook their heads. The words in italics are sounds made by chicken and dog. Similarly, meow is the sound made by cat and whoosh is the sound made by wind. There are many words like the above which represent sounds. ഇപ്പം സ്റ്റോറിയിലുള്ള ഒരു സെൻറ്റൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇറ്റാലിക്സിലാക്കിയിരിക്കുന്നത് ചിക്കൻ ഉണ്ടാക്കുന്നതും ഡോഗ് ഉണ്ടാക്കുന്നതുമായ സൗണ്ടുകളെയാണ്. അപ്പോൾ ക്യാറ്റ് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കിയ? മ്യൂ അല്ലേ. ഇപ്പോൾ വിൻഡിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? വൂഷ്. അപ്പോൾ ഇതുപോലെ കുറേ സൗണ്ട്സ് നമുക്ക് പ്രകൃതിയിലൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് സൗണ്ട്സ് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്, ദ റെയിൻസ് പിറ്റർ പാറ്റർ ഓൺ ദ വിൻഡോ. അപ്പോൾ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിറ്റർ പാറ്റർ എന്നാണ് റെയിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. ദ തണ്ടർ ബൂം ഇൻ ദ സ്കൈ, തണ്ടർ മിന്നൽ, ഇടിവെട്ടുണ്ട്, ഇടിയുടെ സൗണ്ട് ബൂം എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഹേ, ഡിഡ് യു ഹിയർ ദാറ്റ്? ബുസ് ബുസ്, ദർ ഇസ് എ ബീ ഫ്ലൈയിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. അപ്പോൾ അത് ബുസ് എന്നുള്ള സൗണ്ട് ബീസ് ഉണ്ടാക്കുന്നതാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിക്ക് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് സൗണ്ട്സ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ, റൈറ്റ് ദം ബിലോ ദ പിക്ചേഴ്സ്. കുറച്ച് സൗണ്ട്സ് നമുക്ക് ലിസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സിനകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൗണ്ട്സ് എഴുതുക. വിസിൽ, ബാങ്, സ്പ്ലാഷ്, ഹിസ്, സിസിൽ, ക്ലിക്ക്, ബൂം, റിങ്, ബുസ്. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ സ്പ്ലാഷ്, വെള്ളത്തിൽ വന്ന് വീഴുന്ന സൗണ്ടാണ്. സിസിൽ, നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും വരുന്ന ഒരു സിസിലിംഗ് സൗണ്ട് ആണ്. ക്ലിക്ക്, ഫോട്ടോയുടെ ക്ലിക്ക് സൗണ്ട്. റിങ്, ഫോണിന്. ഹിസ്, പാമ്പിൻ്റെ സൗണ്ട്. വിസിൽ, നമ്മൾ വിസിലടിക്കുന്ന സൗണ്ട്. ഇനി 7th question നോക്കാം. ആകാശ് ആൻഡ് വീണ ആർ റിപ്പോർട്ടേഴ്സ്. ദേ വോണ്ട് ടു report about the village in Malawi. Look at the beginning of the report on the village. Complete the report. You may use the following hints. നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. നമ്മളൊരു ലൈവ് റിപ്പോർട്ടിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുക. ബ്രാക്കറ്റിൽ നമുക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ആ ഹിൻസ് നമുക്ക് യൂസ് ചെയ്യാം. Good morning. This is Akash and Veena reporting live from a small village in Malawi. Here people are facing hard times with no rains. അപ്പം ആകാശും വീണയും റിപ്പോർട്ടിംഗ് ചെയ്യുകയാണ്. The village is suffering from the failure of crops leading to little food to eat. ഇപ്പോൾ വില്ലേജിൽ ക്രോപ്സ്, ചെടികളെല്ലാം നശിച്ചു പോവാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് ഇല്ല. There is also a severe lack of drinking water and lack of electricity. വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും നല്ല കുറവുണ്ട്. വെള്ളവും വൈദ്യുതി കിട്ടാനില്ല. ഫർദർ കോംപ്ലിക്കേറ്റഡ് ഡെയിലി ലൈഫ്, ഇത് ജനജീവിതത്തിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഹാർഡ്ഷിപ്പ് മെനി സ്റ്റുഡൻസ് ആർ മിസ്സിംഗ് ദെയർ ക്ലാസ്സസ് ഇമ്പാക്റ്റിംഗ് ദെയർ എഡ്യൂക്കേഷൻ. ധാരാളം കുട്ടികൾക്ക് ക്ലാസ്സസ് നഷ്ടപ്പെടുന്നു. അവരുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. അതിനൊക്കെ വിദ്യാഭ്യാസത്തിനെ പോലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. Next, sit in groups and prepare a live report on any one of the following events and present it in the class. താഴെ നമുക്ക് 4 പിക്ചർ തന്നിട്ടുണ്ട്. ഈ 4 പിക്ചറിൻ്റെയും ലൈവ് റിപ്പോർട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലൈവ് റിപ്പോർട്ടിംഗ് ഞാൻ അറ്റാച്ച് ചെയ്യാം. ഹിയർ ഈസ് എ ലൈവ് റിപ്പോർട്ട് ഓഫ് ദ സ്കൂൾ ബുക്ക് ഫെയർ. there are some errors in it. Read it carefully and edit it. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ടത് എഡിറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. ലൈവ് റിപ്പോർട്ട്, സ്കൂൾ ബുക്ക് ഫെയർ ഇനോഗ്രേഷൻ. ഗുഡ് മോർണിംഗ്, വി ആർ ലൈവ് ഫ്രം GUPS Vadiyoram, where the school book fair has been inaugurated. The event was over-presided by the headmistress. So presided എന്നുള്ളതിൻ്റെ ഓവർ വേണ്ട. The event was presided by the headmistress. മിസ്റ്റർ നിത എസ് കുമാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ മിസ്സസ് ആണ് എഴുതേണ്ടത്. MRS ആണ് എഴുതേണ്ടത്. മിസ്സസ് നിത എസ് കുമാർ എന്നാണ് എഴുതേണ്ടത്. ആൻഡ് ഇനോഗ്രേറ്റഡ് ബൈ ഡോക്ടർ സജീവ്, അത് ക്യാപിറ്റൽസിലാണ് എഴുതേണ്ടത്. ഡോക്ടർ D capital, S capital, ഡോക്ടർ സജീവ്, who highlighted the importance of reading. A total of 13 publishers is practicing, showcasing storybooks, educational books and reference materials. Students and parents will enthusiastically
എക്സ്പ്ലോറിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എക്സ്പ്ലോർ എന്ന് മതി. എക്സ്പ്ലോർ ദ സ്റ്റോൾസ് ആൻഡ് ദ ഹെഡ് മിസ്ട്രസ് സ്പോക്ക് അബൌട്ട് ഹൗ റീഡിംഗ് ഷേപ്പ് എ ചൈൽഡ്സ് ഫ്യൂച്ചർ. വി വണ്ടർ വിച്ച് ബുക്ക് വിൽ ബി യുവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വേണ്ട, യുവർ ഫേവറേറ്റ് ടുഡേ. താങ്ക് യു. ഇത്രയാണ് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.